നമസ്കാരം. ഇന്നത്തെ പ്രധാന 10 വാർത്തകൾ. നിയമസഭ പാസാക്കിയ ബില്ലുകൾ ദീർഘകാലം തടഞ്ഞുവെച്ച തമിഴ്നാട് ഗവർണർ RN രവിയുടെ നടപടി ചട്ടവിരുദ്ധമെന്ന് സുപ്രീം കോടതിയുടെ പരാമർശം. ഭരണഘടനാ ഗവർണർക്ക് വീറ്റോ അധികാരം നൽകിയിട്ടില്ലെന്നും സുപ്രീം കോടതി. നിയമങ്ങൾ ജനങ്ങളുടെ ആവശ്യത്തിനാണെന്നും ബില്ലുകളിൽ 3 മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കണമെന്നും ബിൽ തീരുമാനം നീട്ടാൻ ഗവർണർക്ക് അധികാരമില്ലെന്നും കോടതി. തമിഴ്നാട് നിയമസഭ പാസാക്കിയ 10 ബില്ലുകൾ തീരുമാനമെടുക്കാതെ തടഞ്ഞുവെച്ച ഗവർണർക്കെതിരെയായിരുന്നു തമിഴ്നാട് സർക്കാർ കോടതിയിൽ ഹർജി നൽകിയത്. ബില്ലുകൾ പാസാക്കുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ സംസ്ഥാന സർക്കാരുകളും ഗവർണർമാരും തമ്മിലുള്ള പോര് നിലനിൽക്കുന്നതിനിടെയാണ് സുപ്രീം കോടതിയുടെ നിർണായക വിധി. 2 ദിവസത്തെ സന്ദർശനത്തിന് ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ഇന്ത്യയിൽ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നേരിട്ടെത്തി സ്വീകരിച്ചു. ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെയായിരുന്നു സ്വീകരണം. ദുബായ് കിരീടാവകാശിയായ ശേഷമുള്ള ആദ്യ സന്ദർശനമാണിത്. നാളെ മുംബൈയിൽ വ്യവസായ പ്രമുഖരുമായി ചർച്ച നടത്തിയേക്കും. കൂടിക്കാഴ്ച ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കുമെന്ന് പ്രതീക്ഷ. ഗസയിൽ ഹമാസിന്റെ തടവിൽ കഴിയുന്ന കൂടുതൽ ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും. വിജയം പ്രതീക്ഷിക്കുന്ന മറ്റൊരു കരാറിലാണ് തങ്ങൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്നും എല്ലാ ബന്ദികളെയും മോചിപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധരാണെന്നും നെതന്യാഹു മാധ്യമപ്രവർത്തകരോട് ബന്ദികളെ മോചിപ്പിക്കാൻ തങ്ങൾ ഏറെ ശ്രമിക്കുന്നുണ്ടെന്നും മറ്റൊരു വെടിനിർത്തൽ കരാറിനായി പ്രവർത്തിക്കുകയാണെന്നും എന്ത് സംഭവിക്കുമെന്ന് നോക്കാമെന്നും ട്രംപ്. ഇന്ത്യ US ഉഭയകക്ഷി വ്യാപാര കരാർ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ചർച്ച ചെയ്യാൻ വിദേശകാര്യമന്ത്രി S ജയശങ്കർ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി ഫോണിൽ സംസാരിച്ചു. ട്രംപിന്റെ പകരച്ചുങ്ക പ്രഖ്യാപനത്തിൽ ഇന്ത്യയുടെ ആശങ്കയും കേന്ദ്രമന്ത്രി US-നെ അറിയിച്ചു. വിദേശ രാജ്യങ്ങൾക്ക് മേൽ US പ്രഖ്യാപിച്ച പകരച്ചുങ്കം നാളെ മുതലാണ് പ്രാബല്യത്തിൽ വരിക. US-നെതിരായ ആസൂത്രിത പ്രതിരോധ നടപടികൾ പിൻവലിച്ചില്ലെങ്കിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക താരിഫ് ചുമത്തുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് വഴങ്ങില്ലെന്ന് ചൈന. US-നെതിരെ ചുമത്തിയ 34% തിരിവ് ചൈന പിൻവലിച്ചില്ലെങ്കിൽ വീണ്ടും അധികമായി 50% താരിഫ് കൂടി ചുമത്തുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. 2022 നിർമ്മാണം തുടങ്ങിയ ശ്രീലങ്കയിലെ കൊളംബോയിലെ ആദ്യ സമ്പൂർണ്ണ ഓട്ടോമേറ്റഡ് ടെർമിനൽ പ്രവർത്തനം ആരംഭിച്ചു. പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ വികസിപ്പിച്ചെടുത്തതാണ് കൊളംബോ വെസ്റ്റ് ഇന്റർനാഷണൽ ടെർമിനൽ. അദാനി പോർട്സ് ആൻഡ് സെസ് ലിമിറ്റഡും BOT കരാറിലാണ് ടെർമിനൽ പ്രവർത്തിപ്പിക്കുക. കൊളംബോ തുറമുഖത്തെ ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാന ട്രാൻസ്ഷിപ്മെന്റ് ഹബ് എന്ന നിലയിലേക്ക് ഉയർത്തി ചരക്കു നീക്ക ശേഷി വർദ്ധിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്ത പദ്ധതിയുടെ നിക്ഷേപം $800 ദശലക്ഷം ആണ്. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള സഹകരണത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണിതെന്ന് അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനി. കരിവെന്നൂർ കേസുമായി ബന്ധപ്പെട്ട് K രാധാകൃഷ്ണൻ MP എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായി. കരിവെന്നൂർ ബാങ്കിലെ ഇടപാടുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ രേഖകൾ EDക്ക് കൈമാറിയിട്ടുണ്ടെന്നും അവർക്ക് എന്താണ് ചോദിക്കാനുള്ളതെന്ന് അറിയില്ലെന്നും ചോദിക്കാനുള്ളത് ചോദിക്കട്ടെ എന്നും അദ്ദേഹം കൊച്ചിയിലെ ED ഓഫീസിലെത്തിയപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞു. കരിവെന്നൂർ ബാങ്കുമായുള്ള CPM ബന്ധം, CPM പാർട്ടി അക്കൗണ്ടുമായി ബന്ധപ്പെട്ട പണമിടപാടുകൾ എന്നീ കാര്യങ്ങളിൽ വ്യക്തത വരുത്താനാണ് K രാധാകൃഷ്ണനെ ED ചോദ്യം ചെയ്തത്. ഗോകുലം ഗോപാലിന് വീണ്ടും EDയുടെ നോട്ടീസ്. ഏപ്രിൽ 22-ന് വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ടാണ് ED നോട്ടീസ് നൽകിയത്. വിദേശ നാണയ വിനിമയ ചട്ടലംഘനത്തിലെ തുടർ ചോദ്യം ചെയ്യലിനാണ് ഗോകുലം ഗോപാലിനെ ED വീണ്ടും വിളിച്ചു വരുത്തുന്നത്. കഴിഞ്ഞ ദിവസം EDയുടെ കൊച്ചി ഓഫീസിൽ ഗോകുലം ഗോപാലിനെ 6 മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നു. ഫെമ നിയമം ലംഘിച്ച് പ്രവാസികളിൽ നിന്ന് ചിട്ടികൾക്കായി പണം സ്വീകരിച്ചെന്നാണ് EDയുടെ കണ്ടെത്തൽ. ഇതുമായി ബന്ധപ്പെട്ട് 2022-ൽ ED കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ കേസിലെ തുടർ നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. തമിഴ്നാട് ഗവർണർ ബില്ലുകൾ അനിശ്ചിതമായി തടഞ്ഞുവെച്ച വിഷയത്തിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധി ഫെഡറൽ സംവിധാനത്തെയും നിയമസഭയുടെ ജനാധിപത്യ അവകാശങ്ങളെയും ഉയർത്തിപ്പിടിക്കുന്നതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനമെടുക്കാതെ അനന്തമായി പിടിച്ചുവെക്കുന്ന ഗവർണർമാരുടെ നടപടി ഭരണഘടനാ വിരുദ്ധമെന്നായിരുന്നു സുപ്രീം കോടതി വിധി. IB ഉദ്യോഗസ്ഥർ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ അലംഭാവം കാണിച്ചെന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട്. അന്വേഷണ ചുമതലയിൽ നിന്ന് ഒഴിവാകുകയെന്ന ഉദ്ദേശത്തോടെ
തെളിവുകൾ ശേഖരിക്കുന്നതിലടക്കം പേട്ട പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം ഉഴപ്പിയെന്നും കണ്ടെത്തി. രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടും പ്രതിയെ രക്ഷിക്കാൻ പോലീസ് ഒത്തുകളിക്കുന്നുവെന്ന ആരോപണവും കണക്കിലെടുത്ത് കേസ് അന്വേഷണത്തിന്റെ നിയന്ത്രണം DCP നകുൽ രാജേന്ദ്ര ദേശ്മുഖ് ഏറ്റെടുത്തു. ഇതിന്റെ ഭാഗമായി ഇന്നലെ പേട്ട സ്റ്റേഷനിൽ മാധ്യമങ്ങളെ കണ്ട DCP കേസ് അന്വേഷണം വേഗത്തിലാക്കുമെന്നും അറിയിച്ചു.